നമസ്കാരം. ടാനം ബി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം ഡേറ്റ്, മെയിൻസിന്റെ എക്സാം ഡേറ്റ് PSC ഇന്ന് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഡേറ്റ്, അതേപോലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് എത്രത്തോളം വ്യാപ്തിയുള്ള സിലബസ് ആണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ടാൻഡം PSC എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരം വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. നമുക്കറിയാം, ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസ്, പിന്നെ എക്സാം ഡേറ്റ് ഇന്നാണ് PSC ഔട്ട് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തെ കലണ്ടർ ഔട്ട് ചെയ്തപ്പോൾ 1/9 സെപ്റ്റംബർ 1 തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം വരുന്നത്. സെപ്റ്റംബർ 27 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം, രണ്ടും ഈ സെപ്റ്റംബറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രയാസമാണ്. കാരണം സിലബസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. രണ്ടിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാനേ കഴിയുള്ളൂ, അതിന് മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്കിൽ അതനുസരിച്ച് നിങ്ങൾ, പ്രത്യേകിച്ച് കുറച്ചുകൂടി ഒഴിവ് കൂടുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണ്. ഇവിടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒഴിവ് കുറച്ചുകൂടി കുറവാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഏതാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഡിവിഷണൽ അക്കൗണ്ടന്റിന് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നന്നായി ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, 1/9 എക്സാം നടക്കുന്നത്. 9 മണി മുതൽ 12:30 വരെയും പിന്നെ 1:30 മുതൽ 5 മണി വരെയുമാണ് എക്സാം ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെന്ന് ഉള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതേപോലെ 2-ാം തീയതിയും ഉണ്ട്. അതായത് നമുക്കറിയാം 3 പേപ്പറായിട്ടാണ് നടക്കുന്നത്. 2 പേപ്പറുകൾ, പിന്നെ 1-ാം തീയതിയും ഒരു പേപ്പർ 2-ാം തീയതിയുമാണുള്ളത്. ചൊവ്വാഴ്ച 9 മണി മുതൽ 12:30 വരെയാണ് പേപ്പർ 3 വരുന്നത്. അങ്ങനെ 3 എക്സാം ആയിട്ടാണ് ഉള്ളത്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ മാർക്ക് എത്ര വരുന്നത്? മൊത്തം 150, 150, 200. അതായത് മൊത്തം 500 മാർക്കിന്റെ എക്സാം ആണ്. ഒരു പക്ഷേ ഇത്രയും വലിയൊരു മാർക്കിന്റെ എക്സാം നിങ്ങൾ എഴുതുന്നത് തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. പേപ്പർ 1-ന് 150 മാർക്കുണ്ട്, പേപ്പർ 2-ന് 150 മാർക്കുണ്ട്, പേപ്പർ 3-ക്ക് ആണെങ്കിൽ 200 മാർക്കുണ്ട്. അപ്പൊ അതിന്റെ സിലബസ് ഒക്കെ നമുക്ക് നോക്കാം. 3 മണിക്കൂറാണ് ഓരോ പേപ്പറിനും ടൈം കൊടുത്തിട്ടുള്ളത്. ഓരോ പേപ്പറിനും 3 മണിക്കൂറാണ് ടൈം കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച പോലെയല്ല, ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ പഠിച്ചാൽ പോരാ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. 2 ദിവസം ഒരുപാട് ഡിവിഷണൽ അക്കൗണ്ടന്റ് തന്നെ ഈ NCA ഫോർ മുസ്ലിം ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. എല്ലാ എക്സാമും ഒന്ന് തന്നെയാണുള്ളത്. എല്ലാ ഡയറക്റ്റ് ആണെങ്കിലും പിന്നെ അതേപോലെ സർവീസിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാ എക്സാമുകളും ഒരൊറ്റ ഡേറ്റിന് തന്നെയാണ് നടത്തുന്നത്. അതിൽ കൺഫ്യൂഷൻ വേണ്ട. ഇനി അതിന്റെ സിലബസ് നമ്മളൊന്ന് ഓടിച്ചു നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. 150 മാർക്കിന്റെ പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ്, പ്രിസൈസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ജനറൽ നോളജ്, ജനറൽ ഇംഗ്ലീഷ് ആണ് പേപ്പർ 1-ൽ വരുന്നത്. 150 മാർക്കാണ്. 3 മണിക്കൂറാണ് അതിന്റെ ടൈം. പിന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ എലിമെന്ററി ബുക്ക് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട, അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് കീപ്പിംഗിന്റെ ഒരു ടോപ്പിക്കാണ്. 150 മാർക്കിന് വരുന്നുണ്ട്. അത് 3 മണിക്കൂറാണ്. പിന്നെ അരിതമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ് 200 മാർക്കിന് വരുന്നത്. ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ ഇതും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ജനറൽ നോളജിൽ തന്നെ ഫാക്ട്സ്, ഹിസ്റ്ററി, ലേറ്റസ്റ്റ്, പിന്നെ പൊളിറ്റിക്സ്, സൊസൈറ്റി ആൻഡ് ആർട്സ്, പിന്നെ ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇത്രയും ഭാഗങ്ങളാണ് പേപ്പർ 1-ൽ വരുന്നത്. അതിൽ ഫാക്ട്സിൽ തന്നെ വേൾഡ് ക്യാപിറ്റൽസ് ഉണ്ട്, വേൾഡ് ലാംഗ്വേജസ് ഉണ്ട്, വേൾഡ് കറൻസി ഉണ്ട്, വേൾഡ് ലീഡേഴ്സ് ഉണ്ട്, റിവേഴ്സ് ആൻഡ് മൗണ്ടൈൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഭാഗങ്ങളാണ്. PSC-ക്ക് വേണ്ടി പഠിക്കാത്തതാണ്, പുതുതായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് ആൻഷ്യന്റ് ഇന്ത്യൻ ഫിഗേഴ്സ് ഉണ്ട്, മിഡീവൽ ഇന്ത്യൻ ഫിഗേഴ്സ് ഉണ്ട്, പിന്നെ മോഡേൺ ഇന്ത്യൻ ഇവന്റ്സ് ഉണ്ട്. അതൊക്കെ പിന്നെയും കുറച്ചുകൂടി നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ് ഉണ്ട്, പോസ്റ്റ് 1956 കേരള ഉണ്ട്, അതായത് 56-ന് മുമ്പുള്ള കേരളത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ബജറ്റ് ആണ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ബജറ്റിനെ കുറിച്ചുണ്ട്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ഉണ്ട്.
പിന്നെ പൊളിറ്റിക്സിൽ ഇന്റർനാഷണൽ ബോഡീസ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, പാർലമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, അസംബ്ലി ഓഫ് കേരള ഉണ്ട്, ഇമ്പോർട്ടന്റ് ലോസ് ഉണ്ട്, ഫെസ്റ്റിവൽസ്, പിന്നെ സൊസൈറ്റി ആൻഡ് ആർട്സ് ഉണ്ട്, ബുക്സ് ഓതേഴ്സ്, പിന്നെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, സ്പോർട്സ്, ഫെസ്റ്റിവൽസ്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് ഇൻവെന്റേഴ്സ് ഉണ്ട്, IT ഉണ്ട്, മെഡിസിൻ ഉണ്ട്, സ്പേസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. പിന്നെ പേപ്പർ 2 പാർട്ട് 2 ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വരുന്നത്? നൗണ്, ടെൻസ്, വെർബ്, അതർ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നൗണിൽ തന്നെ സിംഗുലർ, പ്ലൂറൽ നൗൺസ്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്, പൊസസീവ് പ്രൊനൗൺസ് ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്. പിന്നെ ടെൻസിൽ എല്ലാ ടെൻസും കൊടുത്തിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് ഉണ്ട്, പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, ഇറഗുലർ വെർബ്സ് ഉണ്ട്. പിന്നെ വെർബ്സിൽ ഫ്രേസൽ വെർബ്, ഓക്സിലറി വെർബ്സ് ഉണ്ട്, പിന്നെ മോഡൽ ഓക്സിലറി ഉണ്ട്, ആഡ് വെർബ്സ് ഉണ്ട്, ആക്റ്റീവ് പാസീവ് വോയിസ് ഉണ്ട്, റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ട്. പിന്നെ പ്രോണൗൺസ്, അഡ്ജക്റ്റീവ്സ്, പ്രൊപ്പോസിഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ജംബിൾഡ് സെന്റൻസ്, ഇത്തരം ഭാഗങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്നുള്ളത്. പിന്നെ പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസൈസ് റൈറ്റിംഗ് 30 മാർക്കും പിന്നെ 30 മിനിറ്റ് ആണ് പറയുന്നത്. അതേപോലെ ഗിവ് എ കമ്മ്യൂണിക്കേറ്റീവ് സമ്മറി ഓഫ് ദ റിപ്പോർട്ട് ഗിവൺ ഇൻ 100 വേർഡ്സ്, 20 മിനിറ്റ്, 20 മാർക്ക്. പിന്നെ 1 പേജ് 300 വേർഡ്സ് ഓഫ് എ കമ്പനി ആനുവൽ റിപ്പോർട്ട് ദാറ്റ് കണ്ടെയ്ൻസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ദാറ്റ് ക്യാൻ ബി പ്രസന്റഡ് ആസ് എ ടേബിൾ. പിന്നെ സെക്ഷൻ ബിയിൽ സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്, 5 ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാകും. പിന്നെ 10 മിനിറ്റിനാണ് ഉണ്ടാവുക, 10 മാർക്കാണ് അതിന് ഉണ്ടാവുക. അങ്ങനെ ഓരോന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്ന് തന്നെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പേപ്പർ 2 ആണ് പിന്നെ വരുന്നത്. പേപ്പർ 2 എലമെന്ററി ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സൈറ്റിലുണ്ട്, ഒന്ന് പിന്നെ PDF എടുത്ത് നോക്കിയാൽ മതി. പിന്നെ പേപ്പർ 3 അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ്. ആ ഭാഗത്തും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ഭാഗം ചോദിക്കുമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഉണ്ട്, പെർസെൻറ്റേജ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലും കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ആണ്, പിന്നെ ഏത് രീതിയിലാണ് ഒരു എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. മെയിൻസിൽ പ്രതീക്ഷയുള്ള ആളുകൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നല്ല ഒരു സിലബസ് ആണ്. ഒരിക്കലും ഈ സിലബസ് പഠിച്ച് തീർക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാലും ടെൻഷൻ അടിക്കണ്ട. ഇതെല്ലാം കൂടി പഠിച്ച് തീർക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയുന്ന ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര പഠിച്ച് മാക്സിമം പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ലാവർക്കും ഈ സമയം തന്നെ ഇനി പഠിക്കാൻ കിട്ടുന്നുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ടൈം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.